അസ്സലാമലൈക്കും. ഞാനിപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, നമ്മൾ ഇന്നലെ ന്യൂസ് കണ്ടല്ലോ, പിന്നെ ബാലരാമപുരം കുട്ടിയെ 2 വയസ്സുള്ള കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊന്നു പറഞ്ഞിട്ട്. ഞാനിപ്പോൾ ആ ബോഡി വീട്ടിൽ കൊണ്ടുവന്ന സമയം ഞാനിപ്പോൾ വീഡിയോ കണ്ട് ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോൾ. വല്ലാത്തൊരവസ്ഥയാണ്, കാണാൻ കഴിയില്ല, കരഞ്ഞു പോയി. ഞാൻ പകുതിയോളം കണ്ടു. അത് കുട്ടീനെ കൊണ്ടുവന്ന് ഞാൻ കിടത്തുന്നതും, പിന്നെ അതിന് തുണി മാറ്റി മുഖം വരെ ഞാൻ കണ്ട്. പിന്നെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഞാനത് പിന്നെ ബാക്ക് അടിച്ച് ഓഫാക്കി. എനിക്കുള്ളിൽ 2 വയസ്സുള്ള മോള്. എനിക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി അത് കണ്ടിട്ട്. ഭയങ്കരമെന്ന് വെച്ചാൽ കരഞ്ഞുകൊണ്ട് ഞാനത് കണ്ട വീഡിയോ. എന്തിനല്ലേ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത്? പിന്നെ പറയണേ, ഒരിക്കലും ഒരമ്മ ഇങ്ങനെ ചെയ്തതുകൊണ്ട്, ഒരമ്മ അറിയാതെ ഒരു കുഞ്ഞിനെ ആരും ഒന്ന് തൊടുക പോലും ഇല്ല. പിന്നെ അത് പറയുകയാണെങ്കിൽ അവരങ്ങനെ പിന്നെ ഒന്നും പറയാനും കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വല്ലാത്തൊരു വിഷമമായിപ്പോയി എനിക്കിത് കണ്ടിട്ട്. എനിക്ക് വർത്താനം ഒന്നും എനിക്ക് പറയാൻ പറ്റാത്തൊരു അവസ്ഥ. അത്രയും വിഷമം എനിക്ക്. നമുക്ക് അറിയപ്പോലുമില്ല. നമ്മൾ നാട്ടുകാരൊന്നും, ഞാൻ ഇതുവരെ ആ നാട്ടിൽ പോയിട്ടുമില്ല, അവരൊന്നും കണ്ടിട്ടുമില്ല, അറിയപ്പോലുമില്ല. ഇങ്ങനെ മീഡിയയിലൂടെ കാണുന്നതല്ലാണ്ട്. പക്ഷേ പിന്നെ കുട്ടീനെ ഇങ്ങനെ കിടത്തിയ ഒരവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എൻ്റെ മക്കളെ നമ്മളെ മക്കളെ നമ്മൾ ഒരിക്കലും, ഇനി എന്ത് അന്ധവിശ്വാസമായാലും, ഇനി ആരെന്ത് തന്നെ പറഞ്ഞാലും നമ്മളെ മക്കളെ നമ്മൾ ഉപദ്രവിക്കരുത് ഒരിക്കലും. ഇന്ന് മക്കളില്ലാത്ത എത്രയോ ആൾക്കാർ പിന്നെ പല ലക്ഷങ്ങൾ മുടക്കി മരുന്ന് കഴിക്കുക. എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഉണ്ട്, 10-11 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് മക്കളില്ല. എവിടെയൊക്കെ ചികിത്സ, എവിടെയൊക്കെ അങ്ങ് ബാംഗ്ലൂരു അവിടെ ഇവിടെ എല്ലാം ചികിത്സ ചെയ്യുന്നത് അവിടെ നിന്നും ഇങ്ങനെ ആയിട്ട് കുട്ടികളാവായിട്ട് ഉള്ള വിഷമം കൊണ്ട് എന്നോട് പറയുമായിരുന്നു, എനിക്ക് മരിക്കാൻ പിന്നെ കാലമായാലും എനിക്കൊരു കുട്ടീനെ കിട്ടിയാൽ മതിയേനു എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. വിളിക്കുമ്പോൾ എല്ലാം പറയും വിഷമങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ ഓളെല്ലാം ഓർത്ത് പോയി. അവർക്ക് വേണ്ടെങ്കിൽ ആ കുട്ടീനെ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഉപേക്ഷിച്ചാൽ മതിയെന്ന്. എന്തെങ്കിലും ആരെങ്കിലും കാണുമല്ലോ, കണ്ടതിന് രക്ഷിക്കുമല്ലോ. എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥ വീഡിയോ കണ്ടിട്ട്, വല്ലാത്തൊരവസ്ഥ. എനിക്കെൻ്റെ പിന്നെ മക്കളെ തന്നെ ഓർമ്മ വരും. മക്കൾ കൂടെ നിന്നാൽ എനിക്കൊരു ഭയങ്കര ഒരു ബേജാറ്. രാത്രി കിടന്ന് ഇന്നലെ തൊട്ടേ ഒരു ഉറക്കവുമില്ല. ടെൻഷൻ കൊണ്ട് എനിക്ക് വല്ലാത്ത ടെൻഷൻ എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ. എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. ആ കുട്ടീനെ തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ കാണാം. എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു കുട്ടി വെള്ളത്തിൽ വീണ് മരിച്ചിന്. പറയാൻ കഴിയുന്നില്ല എനിക്ക്.